കണ്ണൂരിൽ വെടിയേറ്റ് മരിച്ച രാധാകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇന്ന് നടക്കും. കസ്റ്റഡിയിലുള്ള പ്രതി സന്തോഷിന്റെ അറസ്റ്റും ഇന്ന് രേഖപ്പെടുത്തും. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തോക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഫെലിക്സ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. ഇത് എന്ത് വൈരാഗ്യത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ഉണ്ടായത്? പ്രതിയിൽ നിന്നും പോലീസ് എന്ത് വിവരങ്ങളാണ് നമുക്കായി പങ്കുവയ്ക്കുന്നത്? മോത്തി, നമുക്കറിയാം ഇന്നലെ വൈകുന്നേരം 6:30 കൂടിയാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിൽ ഈ കൊലപാതകം നടക്കുന്നത്. ഇത് കൊല്ലപ്പെട്ട രാധാകൃഷ്ണൻ വീടാണ്. അദ്ദേഹം പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഈ സന്തോഷ് എന്ന പ്രതി ഇവിടെ എത്തുകയും തോക്ക് ഉപയോഗിച്ച് വെടിവെച്ച് രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. ഏതായാലും രാധാകൃഷ്ണൻ മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. അവിടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ന് തന്നെ സംസ്കാരം നടക്കുകയും ചെയ്യും. പ്രതി സന്തോഷിനെ പരിയാരം പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലാണുള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്നലെ വൈകുന്നേരം കസ്റ്റഡിയിൽ എടുത്തു. ഇന്നിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തും വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്നതാണ്. കൃത്യമായ ആസൂത്രണത്തോടെ കൊല്ലാൻ ഉദ്ദേശിച്ച് തന്നെയാണ് ഇയാൾ ഇവിടെ എത്തിയതെന്ന് വ്യക്തം. കാരണം ഈ കൊലപാതകം നടക്കുന്നത് 6:30 അതിന് മുൻപ് ഒരു 4:30 മണിക്ക് ഇയാളുടെ ഫേസ്ബുക്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് തോക്ക് ഏന്തിയ ചിത്രമടക്കം പങ്കുവെച്ചുകൊണ്ടാണ് ഇയാൾ ഇവിടെ ഈ ഫേസ്ബുക്കിൽ ഫോട്ടോ പങ്കുവെച്ച്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇവിടെ ഒരു മദ്യക്കുപ്പി ഇരിക്കുന്നത്. ഈ മദ്യക്കുപ്പിയിലുള്ള പകുതി മദ്യമേ ഉള്ളൂ, ബാക്കി പകുതി ഇയാൾ കുടിച്ചിരുന്നു. അങ്ങനെ മദ്യലഹരിയിലാണ് ഈ അക്രമം, ഈ കൊലപാതകം ഇയാൾ നടത്തിയത് എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ കൊല ചെയ്തതിന് ശേഷവും ഇയാൾ ഫേസ്ബുക്കിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾക്കുള്ള വ്യക്തിവൈരാഗ്യമാണ്, വ്യക്തിപരമായ ചില കാര്യങ്ങളാണ് ഈ കൊലയിലേക്ക് നയിച്ചത് എന്നത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് മറ്റു വിഷയങ്ങളൊന്നുമില്ല എന്നതാണ് പോലീസ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഈ പറയുന്ന വ്യക്തി സന്തോഷ്, സന്തോഷിന് തോക്ക് ലൈസൻസ് ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നാടൻ തോക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സന്തോഷ് ഇവിടെ ഒരു കർഷക രക്ഷാസേന എന്നൊരു കർഷകരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അതായത് കാട്ടുപന്നികളെ നാട്ടിലിറങ്ങിയാൽ വെടിവെച്ച് കൊല്ലാനുള്ളൊരു സേനയാണ്. ആ സേനയിലെ ഒരു അംഗം കൂടിയാണ് സന്തോഷ്. അങ്ങനെയാണ് സന്തോഷ് ഈ തോക്ക് ഉപയോഗിക്കാനുള്ള പരിശീലനമൊക്കെ സന്തോഷിന് ലഭിച്ചത്. അതാണ് ഇയാൾ ഈ രീതിയിൽ കൃത്യത്തിനായി ഉപയോഗിച്ചത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ അറസ്റ്റ് അല്പസമയത്തിനകം രേഖപ്പെടുത്തും. ഒപ്പം തന്നെ വിശദമായ അന്വേഷണം ആവശ്യമാണ്. അപ്പോൾ ഇവിടെ 6:30 ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ഈ വീട്ടിനുള്ളിൽ സന്തോഷും ഒപ്പം തന്നെ രാധാകൃഷ്ണനും ആണ് ഉണ്ടായിരുന്നത്. തൊട്ടപ്പുറത്തൊരു വോളിബോൾ കോർട്ടുണ്ട്. അവിടെ കളി കഴിഞ്ഞ് ആളുകൾ പോകുന്ന സമയത്ത് ഈ ഒച്ച കേൾക്കുകയും ഓടി ഇവിടെ എത്തുകയും ആ സമയത്താണ് ഇയാൾ കൊല്ലപ്പെട്ട് കിടക്കുന്നത് കാണുന്നത്. ഒപ്പം തന്നെ പ്രതി ഈ വീട്ടിൻ്റെ ഒരു വശത്തായി ഇരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. തോക്ക് ഇവിടെ എവിടെയോ ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ തോക്ക് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അല്പസമയത്തിനകം കൂടുതൽ പോലീസ് സംഘം ഇവിടെ എത്തി, ഫോറൻസിക് സംഘം അടക്കം ഇവിടെ എത്തി പരിശോധന നടത്തും. അങ്ങനെയെങ്കിൽ മാത്രമേ തോക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഏതായാലും വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ വ്യക്തതയുണ്ട്. ഒപ്പം തന്നെ കൃത്യമായ ആസൂത്രണം അതിലുണ്ടായിരുന്നു എന്നും വ്യക്തം. നിലവിലെ സാഹചര്യത്തിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല എന്നതാണ്. ഇയാൾ ഈ കൊല്ലപ്പെട്ട രാധാകൃഷ്ണൻ എന്ന വ്യക്തി ഒരു ഗുഡ്സ് ഓട്ടോ ഡ്രൈവറാണ്. ഒപ്പം തന്നെ BJPയുടെ ഒരു പ്രാദേശിക നേതാവ് കൂടിയാണ്. ഈ വിഷയത്തിൽ മറ്റ് വിശദമായ അന്വേഷണങ്ങൾ പോലീസ് നടത്തുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തോക്ക് കണ്ടെത്തുക എന്നതാണ്. അതിനുള്ള തെരച്ചിലായിരിക്കും ഇന്നത്തെ ദിവസത്തിൽ ആദ്യഘട്ടത്തിൽ പോലീസ് നടത്തുക. ഈ രാധാകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴായിരിക്കും? ഒരുപക്ഷെ 11 മണിയോട് കൂടിയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക. 1 മണിക്കൂറിനുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയാക്കും. ഈ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ സ്വദേശം ഇരിക്കൂറിനടുത്ത് കല്യാട് എന്ന സ്ഥലത്താണ്. ഇതിപ്പോൾ ഈ കൈതപ്പുറം എന്ന സ്ഥലം എന്ന് പറയുമ്പോൾ പയ്യന്നൂരിനടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ രാധാകൃഷ്ണൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ രാധാകൃഷ്ണൻ്റെ ഭാര്യയുടെ വീടാണ് ഈ കൈതപ്പുറത്തിനടുത്ത് മാതമംഗലം എന്ന സ്ഥലത്ത്. അപ്പോൾ അങ്ങനെയാണ് രാധാകൃഷ്ണൻ ഇവിടേക്ക് വരുന്നത്. ഇപ്പോൾ ഈ ഒരു പുതിയ വീട് നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ രാധാകൃഷ്ണൻ ഭാര്യയും മക്കളും ഒക്കെ തന്നെ ഇവിടെ തൊട്ടടുത്തായിട്ട് വാടക വീട്ടിൽ കഴിയുകയാണ്. അങ്ങനെ വാടക വീട്ടിൽ കഴിയുന്ന രാധാകൃഷ്ണനാണ് ഇവിടെ സ്വന്തമായ സ്ഥലത്ത് ഇങ്ങനെ വീട് നിർമ്മിക്കുന്ന സ്ഥലത്ത് ഇവിടെ എത്തി. അതിന്റെ വല്ലാത്ത ഞെട്ടലുണ്ടാക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.
വൈരാഗ്യം തോന്നുന്നയാളെ വെടിവെച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുപക്ഷെ അമേരിക്കയിലൊക്കെ മാത്രം കേട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ രാജ്യത്ത് കേട്ടിട്ടുള്ളതാണ്. സ്കൂളുകളിലും കോളേജുകളിലും തെരുവിലുമൊക്കെ സാധാരണ ജനങ്ങളെ ചുറ്റുപാടുമുള്ളവരെ വെടിവെച്ച് കൊന്നു, അല്ലെങ്കിൽ തോക്കുമായി ഭീതി പരത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഒരുപക്ഷെ ഇനി വിദേശ രാജ്യങ്ങളിലെ ചില സംഭവങ്ങളെ കോപ്പി ചെയ്തിട്ടാണോ ഇതൊക്കെ, അല്ലെങ്കിൽ അത് അനുകരിച്ചിട്ടാണോ ഇതൊക്കെ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകുന്നു.